വെൽക്കം ടു ഗ്രാഫിക്സ് ട്രീ. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന മുൻപ് നമുക്ക് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. ആ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് മുന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് റഫായി വരച്ച് നോക്കാം. അത് റിഫർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടാവുക. ആദ്യം XY ലൈൻ വരയ്ക്കുക. അതിന് പെർപെൻഡിക്കുലറായി A' ലൈൻ വരയ്ക്കുക. A' ലൈന് പാരലലായി ഒരു ലൈൻ വരയ്ക്കുക. A' ഒരു ലൈൻ ഇൻക്ലൈൻഡായി വരയ്ക്കുക. A'ന്നും ഒരു ലൈൻ ഇൻക്ലൈൻഡായി വരയ്ക്കുക. ആദ്യമായി ഇൻക്ലൈൻ ചെയ്ത് വരച്ച ലൈന് B1' എന്ന് നെയിം ചെയ്യുക. ഈ ലൈനിൻ്റെ പേര് B2 കൊടുക്കുക. രണ്ടെണ്ണത്തിന് പാരലലായി ലൈൻ വരയ്ക്കുക. B1' ലൈൻ ഈ ലൈൻ Aക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ നിന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യുക B2 ലൈനിക്ക്. ഇത് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ പേരായിരിക്കും AB. അതിനുശേഷം B2 ലൈൻ A' വരയ്ക്കുക. ഇവിടെ നിന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇതിൻ്റെ പേരായിരിക്കും B'. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വെച്ചായിരിക്കും നമ്മളിത് സോൾവ് ചെയ്യേണ്ടാവുക. ഈ B2 നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ എൻ്റെ പേര് B2' എന്നും B1' ലൈന് ഇവിടെ നിന്നും ജോയിൻ ചെയ്ത് ഇതിൻ്റെ പേര് B1 എന്നും കൊടുക്കണം. ക്വസ്റ്റ്യൻ വായിക്കാം. The end C of a line CD is on HP and 25 mm in front of VP. The line is inclined at 30 degree to HP and 45 degree to VP. Draw its projection. Find apparent length and apparent inclination. Assume length of CD is 80 mm. Locate its traces. Given data നോക്കാം. ഈ ലൈനിൻ്റെ പേര് CD എന്നും ഒരു പോയിന്റ് HP-യിലും വേറൊരു പോയിന്റ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നും ലൈനിൻ്റെ ട്രൂ ലെങ്ത് 80 mm തീറ്റ 30 ഡിഗ്രി 45 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇതിൽ അപ്പാരൻറ്റ് ലെങ്ത്തും അപ്പാരൻറ്റ് ഇൻക്ലിനേഷനുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പാരൻറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത്തിനേക്കാളും ചെറിയ ലെങ്ത്, അതായത് ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റയും എന്താണെന്നാണ് നോക്കേണ്ടത്. ആദ്യം XY ലൈൻ വരയ്ക്കുക. ദ പോയിന്റ് ഈസ് ഓൺ HP എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് XY തന്നെ മാർക്ക് ചെയ്യാം. പോയിന്റ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. നെയിം ചെയ്യാം. HP-യിലുള്ള ലൈനിന് നമ്മുടെ ലൈനിൻ്റെ പേര് CD ആണ്. അതിനാൽ ഇത് C ആയിരിക്കും, ഇത് C' ആയിരിക്കും. ഇനി XY ലൈനിക്ക് പാരലലായിട്ട് ലൈൻ വരയ്ക്കാം. ഇവിടുത്തെ C ഇവിടുത്തെ A പോലെയും ഇവിടുത്തെ C' ഇവിടെ A' പോലെയും ആണ്. അടുത്തത് ലൈൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു HP എന്ന. സോ C' 30 ഡിഗ്രിക്ക് ഒരു ആംഗിൾ ലൈൻ വരയ്ക്കാം. ഇത് ട്രൂ ലെങ്ത്തിലെ വരയ്ക്കേണ്ടത് 80 mm. ഇത് തീറ്റ ആംഗിളാണ്. B1' നമ്മളിവിടെ നെയിം ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിനും B1' ആണ് നെയിം ചെയ്യുക. അതിനുശേഷം ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. അടുത്തത് ആംഗിൾ 5 വരയ്ക്കണം. 45 ഡിഗ്രി ടു VP എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ Aന്ന് 45 ഡിഗ്രിക്ക് ഒരു ലൈൻ വരയ്ക്കണം. ഇതിൻ്റെ നെയിം B2 ആയിരിക്കും. അതിനുശേഷം ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ഇതായിരിക്കും 5. നമ്മളിപ്പോൾ C to B2 വരച്ച് അതേപോലെ A to B2. ഇതാണ് 5, ഇതാണ് 5. B2 ട്രൂ ലെങ്ത് ആണ്. അത് 80 mm വരയ്ക്കുക. ഇനി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ തന്ന പോലെ B2 A' ഒരു സ്ട്രെയിറ്റ് ലൈൻ. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈനിൻ്റെ പേര് CD ആണ്. സോ ഇവിടെ C' D1' എന്നും ഇവിടെ D2 എന്നായിരിക്കും വരിക. ഇനി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പോലെ B2 പോയിൻറ്റിനെ A' ലൈനിലേക്ക് ജോയിൻ ചെയ്യണം. സോ D2 പോയിൻറ്റിനെ ഇവിടെ A' ആണെങ്കിൽ ഇവിടെ C'ക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഈ ലൈനിൻ്റെ പേരായിരിക്കും D2'. നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനിൽ പോലെ A' B2' റേഡിയസ് വരച്ച് ഒരു ആർക്ക് B1' ലൈനിലേക്ക് കട്ട് ചെയ്യണം.
സോ സി ഡാഷ് D2 ഡാഷിൽ ആർക്ക് കട്ട് ചെയ്യണം D1 ഡാഷിലേക്ക്. ഇതായിരിക്കും D ഡാഷ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇതാണ് അപ്പാരൻറ്റ് ലെങ്ത്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒരു അപ്പാരൻറ്റ് ലെങ്ത് നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ തന്ന പോലെ B1 ഡാഷിൽ നിന്ന് ലൈൻ എയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. സോ D1 ഡാഷിൽ നിന്ന് ലൈൻ സിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അതിനുശേഷം B1 ഡാഷിൽ നിന്ന് ഒരു ആർക്ക് B2ലേക്ക് കട്ട് ചെയ്യണം. ഇവിടെ നെയിം ചെയ്തിട്ടില്ല, ഇതിൻ്റെ പേര് D1 ആയിരിക്കും. ഇനി സിന്ന് D2ലേക്ക് ഒരു ആർക്ക് വരയ്ക്കാം. ഈ പോയിന്റ് ആയിരിക്കും D. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. അപ്പാരൻറ്റ് ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാം. ഫ്രണ്ട് വ്യൂ നമുക്ക് 55 മില്ലിമീറ്ററും ടോപ്പ് വ്യൂ നമുക്ക് 70 മില്ലിമീറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ആൽഫയും ബീറ്റയും നോക്കണം. ബീറ്റ 50 ഡിഗ്രിയും ആൽഫ 43 ഡിഗ്രിയും കിട്ടിയിട്ടുണ്ട്. ഇത് അപ്രോക്സിമേറ്റ് ആൻസേഴ്സ് ആണ്. എല്ലാവർക്കും ചിലപ്പോൾ ചെറുതായിട്ട് വാരി ചെയ്യാം കേട്ടോ ഈ ആൻസേഴ്സൊക്കെ. ഇനി നമുക്ക് ട്രേസസ് ലൊക്കേറ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിന് XY ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ലൈനിനെ ആയിരിക്കും ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത്. അത് ഇവിടെ തന്നെ ആയിരിക്കും. അത് HT ഡാഷ് കൊടുക്കാം. ഇനി ഹൊറിസോണ്ടൽ ട്രേസിന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ടോപ്പ് വ്യൂ എവിടെയാണോ ഈ പെർപെൻഡിക്കുലർ ലൈനിൽ ജോയിൻ ആകുന്നത് അതായിരിക്കും HT. അത് ഇവിടെ തന്നെ കിട്ടുക HT. ഇനി വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ XY ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന പോയിൻ്റ് ആയിരിക്കും. ഇതാണ് ടോപ്പ് വ്യൂ. ഇതിനെ XY ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതായിരിക്കും VT. ഇതിന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. പിന്നെ ഫ്രണ്ട് വ്യൂ ഈ പെർപെൻഡിക്കുലർ ലൈനിൽ എവിടെയാണോ ജോയിൻ ആകുന്നത് ഇതായിരിക്കും VT ഡാഷ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്ന പോലെ നമുക്ക് എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം മെഷർമെൻറ്റ്സ് എഴുതാം. ഞാൻ മെഷർമെൻറ്റെല്ലാം എഴുതിയിട്ടൊരു ഫോട്ടോ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ.